ഗുഡ് മോർണിംഗ് മലേഷ്യ. ടാറ്റ പറഞ്ഞു പോയത് വേറൊന്നുമല്ല കേട്ടോ, നേരെ വണ്ടി കയറി നമുക്ക് കറങ്ങാൻ പോകാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വാ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ. വിശന്നെന്ന് പറഞ്ഞപ്പോൾ നേരെ നമ്മൾ ബേത്തൽ ലീഫിൽ പോയി. ബേത്തൽ ലീഫ് കുറച്ച് ഫേമസ് റെസ്റ്റോറൻ്റ് ആട്ടോ അവിടുത്തെ. നമ്മുടെ രജനീകാന്തൊക്കെ ഇവിടെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ടെന്ന് അറിഞ്ഞത്. ആൻഡ് ഫുഡ് ഈസ് സോ ടേസ്റ്റി. പിന്നെ അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ദ വെൽ നോൺ ഫേമസ് മുരുക ടെമ്പിൾ ബാട്ടു കേവിലെത്തി. യു ഓൾ നോ അബൌട്ട് ബാട്ടു കേവ് അല്ലേ? അവിടെ ചെന്നാൽ നമുക്ക് പീജൻസിനെയൊക്കെ ഫീഡ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇറ്റ്സ് എ നൈസ് എക്സ്പീരിയൻസ്. മോസ്റ്റ് ഫേമസ് ആയ ഒരുപാട് സിനിമകൾ നമ്മുടെ ഈ ബാട്ടു കേവ് കാണിക്കുന്നുണ്ട്. ബില്ല, കബാലി, ചൈനീസ് ത്രില്ലറായ ഡെത്ത് ട്രിപ്പ്, അതുപോലെ ഒരുപാട് സോങ്സിലും നമ്മുടെ ഈ ബാട്ടു കേവ് ഉണ്ട്. വെറുതെ നിസ്സാരമായിട്ടൊന്നും വിചാരിക്കണ്ട. 1940s ഉണ്ടാക്കി 272 സ്റ്റെപ്സ് കയറിയാൽ നമുക്ക് ആ മേളിലെത്താൻ പറ്റത്തുള്ളൂ. ഇറ്റ്സ് റിയലി സ്റ്റീപ്പ് ആൻഡ് സ്വെറ്റി ക്ലൈംബ് കേട്ടോ. തിരുമല മുരുകനുക്ക് ആണ്ടവ മുരുകനുക്ക് കയറിയതിൻ്റെ സന്തോഷമാട്ടോ, വേറൊന്നും വിചാരിക്കണ്ട. പിന്നെ എൻ്റെ കോസ്റ്റ്യൂമിൽ സ്ലിറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് അവരെന്നെ കൊണ്ട് താഴ്ന്നൊരു മുണ്ട് പോലെ ഉടുപ്പിച്ചു. അങ്ങനെ അവിടെയൊക്കെ ചുറ്റിക്കണ്ട് ക്ഷീണവും തീർത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ തുടങ്ങി. പോണ വഴിക്ക് നല്ല മഴയൊക്കെ കിട്ടി. പിന്നെ നല്ല കിടുക്കാച്ച ഒരു ടണലിൽ കൂടെയൊക്കെ ആട്ടോ പോയത്. രണ്ട് സൈഡും റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഫ്ലാഗ് ഒരു മാൻഡേറ്ററി ആണല്ലോ, അതുകൊണ്ട് അതും കൂടി എടുത്തിട്ടു. മഴയത്തൊരു ചൂടൻ കട്ടൻ കുടിച്ചേക്കാന്ന് വിചാരിച്ചാൽ അതും സാധിച്ചു. കൂടെ ഒരു വേഫേഴ്സും കൂടി കഴിച്ചു കേട്ടോ. ഈ കൂട്ടത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ എൻ്റെ മെയിൻ പരിപാടിയാണ്. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി. ഈ യാത്ര എങ്ങോട്ടേക്കാന്നല്ലേ? ബെർജ ഹിൽസിലേക്ക്. അവിടെയാണ് നമ്മുടെ ഫ്രഞ്ച് വില്ലേജ് ഉള്ളത്. പറയാതെ വയ്യ, ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. അവിടെ എവിടെ നോക്കിയാലും ഒരുപാട് ഫ്രെയിംസ് കാണാം. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്യൂട്ടി അത് വേറെ ഒന്ന് തന്നെയാണ്. ആക്ച്വലി ഫ്രഞ്ച് വില്ലേജ് ഇസ് എ ഫ്രഞ്ച് ഇൻസ്പയർഡ് റിസോർട്ട് സറൗണ്ടഡ് ബൈ റെയിൻ ഫോറസ്റ്റ്. ചുറ്റും റെയിൻ ഫോറസ്റ്റ് ആണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ കളർഫുൾ ഷോപ്പ് ഹൗസ്, ബ്യൂട്ടിഫുൾ ഹോട്ടൽ റൂംസ്, കഫേസ്, ഷോപ്സ് ആൻഡ് ഗാലറീസ്, പിന്നെ ഒരു വലിയ ക്ലോക്ക് ടവറും ഉണ്ട്. ഇതിലിങ്ങനെ നടക്കാൻ ഭയങ്കര രസം. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം നടന്ന് ചില്ല് ചെയ്തു. ആൻഡ് നൗ വി ആർ ഹെഡിങ് ടു ഗെൻറ്റിംഗ് ഹൈലൻഡ്സ്. ഗെൻറ്റിംഗ് ഹൈലൻഡ്സിലെ മേജർ അട്രാക്ഷൻസിൽ ഒന്നെന്ന് പറഞ്ഞാൽ സ്കൈവേ കേബിൾ കാർ ആണ്. ആൻഡ് ദിസ് ഇസ് ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് കേബിൾ കാർ ഇൻ ദ വേൾഡ്. എനിക്ക് ചെറിയൊരു പനിക്കോളും പിന്നെ ഇവിടുത്തെ വെതർ ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം തണുത്തു. ശരിക്കൊരു ജാക്കറ്റ് എടുക്കുന്നത് ഉത്തമമായിരുന്നു. ബട്ട് താൽക്കാലിക ആശ്വാസത്തിന് കിട്ടിയ ഷോൾ എടുത്ത് പൊതിഞ്ഞ് ഞാൻ അങ്ങനെ ഇരുന്നു. ഈ കേബിൾ കാർ കൂടി പോകുമ്പോൾ നമ്മുടെ രണ്ട് സൈഡിലായിട്ട് അതിമനോഹരമായ റെയിൻ ഫോറസ്റ്റ് ആണ്. പിന്നെ ഇതേ ആ പോയിന്റിലേക്ക് നമുക്ക് എത്തണ്ടേ. അരുൺ ചേട്ടനും ഗോപേട്ടനുമാണ് നമ്മുടെ ടൂറിലിക്സിന്റെ നടും തൂണുകൾ. അല്ല, ഇവനെന്ത് നോക്കിയിട്ടാണോ വെച്ചിരിക്കുന്നത്? അതൊക്കെ പോട്ടെ. ഈ കാണുന്നതാണ് ചിൻസ്വി കേവ് ടെമ്പിൾ. ഇവിടുത്തെ അട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ വേൾഡ്സ് ഫസ്റ്റ് ഹോട്ടൽ, ലാർജസ്റ്റ് ഹോട്ടൽ ഇൻ ദ വേൾഡ്, ലാർജസ്റ്റ് കാസിനോ ഇൻ ഏഷ്യ ഇവിടെ ഉള്ളത്, സ്കൈ കാസിനോ. എൻ്റെ പൊന്നോ, ടൂറിസ്റ്റുകൾ വരുന്നതേ ഗെയിം കളിക്കാനും എന്റർടൈൻമെന്റിനും വേണ്ടിയിട്ടാണ്. പിന്നെ സ്കൈ തീം പാർക്ക് ഉണ്ട്, പിന്നെ ഷോപ്പിംഗ് ആൻഡ് ഡൈനിങ്. പിന്നെ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തന്തേ എനിക്ക് വേണ്ടിയിട്ട് ഒരു നല്ല ക്യൂട്ട് റാബിറ്റിനെ എടുത്തു തന്നു. അപ്പോൾ ഓക്കെ, ബൈ.